എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ കുപ്പത്തൊട്ടിയിൽ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ, അതിന് മിന്നൽ കൊണ്ട് നൂല് കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂര് ഏഴാങ്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കത്തിയെരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ടു നിന്റെ പട്ടുപുറത്ത് വിരല് കൊണ്ടാൽ പാറക്കെട്ടും പൊട്ടു നിന്നെ വാൻകോ വരച്ചതും ബെർലിൻ മാൻഡ്രോവിലും മണ്ണിൽ ജനിച്ചതും. ഇവിടെ കൊച്ചു കലാകാരന്മാര് ചെറിയ രീതിയിൽ ഈ പെയിന്റ് ഡപ്പിംഗ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉപകരണങ്ങൾ വെച്ചിട്ട് വലിയൊരു ബാൻഡ് ട്രൂപ്പ്, അതായത് കേരളത്തിൽ അറിയപ്പെടുന്ന വലിയൊരു ബാൻഡ് ട്രൂപ്പ് ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബാൻഡ് ട്രൂപ്പിനെ നമ്മൾ കാണാനും അവരെ പരിചയപ്പെടാനാണ് എത്തിയിരിക്കുന്നത്. ഡബ്ബ ബീറ്റ് എന്നാണ് ഇവരുടെ ബാൻഡിന്റെ പേര്. നമുക്ക് ഇവരുടെ കഴിവുകളൊന്ന് നേരിട്ട് കണ്ടാലോ? നല്ല നല്ല ചെറിയ ചെറിയ കലാകാരന്മാരാണ് ഇവരെ. ആരൊക്കെയാണ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. എന്താ പേര്? അമൃത്. നിന്റെ പേരെന്താ? ഇതൻ. ആദർശ്. ഓക്കെ. നിരഞ്ജൻ. ഓക്കെ. ഭഗവത് കൃഷ്ണ. ഭഗവത് കൃഷ്ണ. ശ്രീഹരി. ഓക്കെ. പ്രത്യൂഷ്. ആദീഷ്. ബാഹിത് കൃഷ്ണ. ഭാനു കൃഷ്ണ. ആഷിഖ്. ഓക്കെ. ആദിത്യ. നല്ല 2 പാട്ടുകൾ നമ്മൾ കേട്ടു. ഇനി ഒരു പാട്ടും കൂടി നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ. ഓക്കെ, പാടി. അഞ്ചു നദി കൊഞ്ചലുള്ള പഞ്ചവർണ്ണ പനങ്കിളിയേ, ചെഞ്ചയില കൊണ്ടുവന്ന് ചേക്കുരുക്കി ചിലമ്പാടിയേ, പരന്ത സോണിയേ സജ്ജനാന എന്ത സോണിയേ, കരിമ്പ് വയലോരത്ത് ദിനനിടയും നേരത്ത് ദിശയുണരുമീടം കേട്ടുവോ, നീ എത്രയില് പഠിക്കണേ? നീയോ? 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 ഓക്കെ. 4. ഇവനാണ് ഇതിലേക്ക് ഏറ്റവും ചെറിയ കലാകാരൻ. ഈ ബാൻഡ് എവിടെയാണെന്നുള്ളതും ഈ സ്ഥലം എവിടെയാണെന്നുള്ളതും നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചറിയാം. ഏട്ടാ, ഇത് എവിടെയാ സ്ഥലടാ? കൊള്ളന്നൂര് എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ ട്രൂപ്പ് ഉണ്ടാക്കാനും ഇതിന്റെ നേതൃത്വം കൊടുക്കാനും അതാരായിരുന്നു? ഇന്ദ്രജിത്ത്. ഇത് നിങ്ങളാണ് ഇതിന്റെ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതും ഇവരനെ കൂടെ കൊണ്ട് നടക്കുന്നതും ഇവരനെ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതും ഒക്കെ ഇന്ദ്രജിത്താന്ന് ഇവർ പറഞ്ഞു. അപ്പൊ ഇതെങ്ങനെയാണ് ഇവരുടെ തുടക്കം ഉണ്ടായത്? ഇത് നമ്മുടെ വീടിനടുത്തുള്ള എന്റെ കസിൻസ് ആണ് കൂടുതൽ. നമ്മളിവര് കൊട്ടണ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോ ഇന്ദ്രജിത്താണ് ഇട്ടത്. അത് ഭയങ്കര റീച്ചായി. അതിന്റെ മ്യൂസിക് ഡയറക്ടർ സാറൊക്കെ അത് ഷെയർ ചെയ്യൊക്കെ കുറെ. അതിനുശേഷം കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്നു.
അപ്പൊ നമ്മളിതൊരു ബാൻഡ് പോലെ തുടങ്ങുന്നുള്ള ആശയത്തില് ഞാനൊരു ഇത് നിങ്ങൾ വൈറലാവുന്ന വിചാരിച്ചിട്ടതാണോ വീഡിയോ? അല്ല അല്ല, വെറുതെ ഒന്ന് പോസ്റ്റ് ചെയ്തു മാത്രം. നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ വൈറലായി. മ്യൂസിക് ഡയറക്ടർ എന്നിട്ട് ഭയങ്കര സന്തോഷമായി. ഓക്കെ. പിന്നെ നമുക്കിത് എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ള രീതിയിൽ നോക്കിയപ്പോ യൂട്യൂബിലൊക്കെ റീസൈക്കിൾ ഇതെന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റില് പുറത്തുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ചും കൂടി ഒക്കെ ഒന്ന് ബിൽഡ് ചെയ്ത് അങ്ങനെ ചെയ്തു. ശരി. ഇത് ആരുണ്ടാക്കി? നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കിയത് കണ്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഇത് കണ്ടോ, ഇത് ഈ സ്റ്റാൻഡൊക്കെ അടിച്ച് ഈ പെയിന്റ് ബക്കറ്റ് ഒക്കെ വെച്ച് ഇത്രയും നല്ല രീതിയിൽ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ടീമിന് പേരുണ്ടോ? നിങ്ങളുടെ ഈ ബാൻഡിന് എന്താ പേര്? നിങ്ങൾ ഏതൊക്കെ ചാനലിൽ പോയിട്ടുണ്ട് ഇപ്പോ? അപ്പൊ ഒരുവിധമുള്ള ചാനലൊക്കെ കയറി ഇറങ്ങി. അപ്പൊ അത് നിങ്ങൾക്ക് ഗുണം ചെയ്തു. അപ്പൊ കണ്ടോ, ഇത്രയും നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരും അറിയപ്പെട്ടു ഇല്ലേ? നിങ്ങളോട് ചോദിക്കാറുണ്ട് ആൾക്കാരൊക്കെ കാണുമ്പോ? എന്തെന്ന് ചോദിക്കുക? ചോദിക്കൂ അല്ലേ? നിന്നോട് ചോദിക്കാറുണ്ടാ? ക്ലാസ്സിൽ പോകുമ്പോ ഭയങ്കര ഡിമാൻഡാണോ? അവരൊക്കെ ചോദിക്കുവോ? അവർ നന്നായി കൊട്ടുന്നുണ്ടെന്നൊക്കെ പറയും അല്ലേ? അവര് വീഡിയോ കാണാറുണ്ടാ? കൂട്ടുകാരൊക്കെ? അടിപൊളി. അപ്പൊ ഈ കുഞ്ഞുമോന്റെ ഒരു നല്ലൊരു പാട്ട് കണ്ണാടി നെഞ്ചിൽ കല്ല് വീണ പോലെ ഒരുത്തി മുന്തിരി കള്ള് കണ്ണു കൊണ്ടെന്നെ മയക്കി എണ്ണ കറുപ്പിയെ എന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ എണ്ണ കറുപ്പിയെ എന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ ആ കുപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിന് മിന്നൽ കൊണ്ട് നൂല് കോർത്ത് നെഞ്ചിലടിഞ്ഞവൾ കത്തിയെരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ടു നിന്റെ പട്ടുപുറത്ത് വിരല് കൊണ്ടാൽ പാറക്കെട്ടും പൊട്ടു നിന്നെ വെൻകോ വരച്ചതും ബെർലിൻ മാൻഡ്രോവിന്റെ മണ്ണിൽ ജനിച്ചതും സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതും സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം പിറന്നതും നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കൊടുത്താനായിരുന്നു ഈ മാടൻ മറുതയോ നിന്റെ കനവ് കാണാൻ രാത്രി എല്ലാം വീണായി വെറുതെയോ എന്ത് ചാരമായി കിടന്നോടുന്ന ഫീനിക്സ് പറവയോ നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കൊടുത്താനായിരുന്നു ഈ മാടൻ മറുതയോ നിന്റെ കനവ് കാണാൻ രാത്രി എല്ലാം വീണായി വെറുതെയോ എന്ത് ചാരമായി കിടന്നോടുന്ന ഫീനിക്സ് പറവയോ കറുപ്പുറാണി പേരാളി എന്നെ തളക്കനടിച്ച് ആളി നിന്റെ കണ്ണിൽ പെട്ടത് മൂടും പോലും ഞാൻ ഈ അരികിൽ വാങ്ങി മധുരം എനിക്ക് താങ്ങി സ്വർഗമതിലെ നീ എന്റെ ദാഹം തീർക്കും പാനീയ മോഹം തീർക്കുമോ നീയും മോഹലാവയെ എന്റെ നാളയെ ഭ്രമലീലയെ മോണലോവയെ മോഹലാവയെ എന്റെ നാളയെ ഭ്രമലീലയെ. അപ്പൊ ഇവരാരും പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചിട്ടുള്ളവരല്ല, പക്ഷെ ഇതെല്ലാം നിങ്ങൾ ഇതിനു വേണ്ടി സെറ്റ് ചെയ്ത സാധനങ്ങളാണ്. അപ്പൊ ഇത്രയും നാള് നമ്മൾ ഇവര് പല ചാനലിലും അല്ലെങ്കിൽ പലയിടത്തായിട്ട് നമ്മൾ കണ്ടു. എങ്കിലും ഇവരുടെ ഈ തലമണ്ട അത്രയും വർക്ക് ചെയ്ത് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി അതിനനുസരിച്ചുള്ള ഇൻസ്ട്രുമെന്റ് വെച്ച് അവർ ഇത് കൊട്ടുന്ന ഒരു ബാൻഡ് സംഘമായി മാറിയത് തന്നെ അത്ഭുതം തന്നെയാണ്. ഇവര് വലുതാവുമ്പോൾ നല്ല നല്ല കലാകാരന്മാരാവട്ടെ. ആ കലാകാരന്മാരെ നമുക്ക് നമ്മുടെ നാടിന് സംഭാവന ചെയ്യട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്. കത്തിയെരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ടു നിന്റെ പട്ടുപുറത്ത് വിരല് കൊണ്ടാൽ പാറക്കെട്ടും പൊട്ടു നിന്നെ വെൻകോ വരച്ചതും ബെർലിൻ മാൻഡ്രോവിന്റെ